अनघ संकल्प गायिके मानस മണിവിപഞ്ചികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിലെന്റെ കിനാവുകൾ അനഘ സങ്കൽപ്പ ഗായികേ മാനസ മണിവിപഞ്ചികാവാദിനി മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിലെന്റെ കിനാവുകൾ മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും തരളമാനസ മായാമരാളിക തവ മനോഹര ഗാനമുനയിൽ മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും തരളമാനസ മായാമരാളിക തവ മനോഹര ഗാനമുനയിൽ സമയതീരത്തിൽ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനായി സമയതീരത്തിൽ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനായി. ഇപ്പോൾ പി ഭാസ്കരൻ മാഷിൻ്റെയും ദേവരായ മാഷിൻ്റെയും ഒന്നാണ് നമ്മളിപ്പം കന്നഡഗോപൻ അതിമനോഹരമായി പാടി നമ്മൾ കേട്ടത്. പ്രളയപയൂധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, വയലാറിൻ്റെ രചന, ദേവരായ മാഷിൻ്റെ സംഗീതം, ദാസേട്ടൻ്റെ ആലാപനം, താരതമ്യമില്ലാത്ത. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്ന്, എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലെ സംഗീത സംവിധായകരുടെയൊക്കെ പ്രതിഭയെ ഞാൻ ആദരിക്കുന്നത്. ഇപ്പോൾ AR റഹ്മാൻ്റെ ഫാനാണ് ഞങ്ങളുടെ മകൻ. റഹ്മാൻ അതിമനോഹരമായി സംഗീതം നൽകുന്നു. പക്ഷേ ക്ഷമിക്കണം, സംഗീതോപകരണങ്ങളുടെ പ്രയോഗത്തിൻ്റെ ഒരു ആധിക്യം ചിലപ്പോൾ സംഭവിക്കുന്നില്ലേ. അത് ചിലപ്പോൾ സിനിമയിൽ ആവശ്യം ഉണ്ടായിട്ട് പിന്നെ ചലച്ചിത്ര സംവിധാനം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകുക. പിന്നെ ട്യൂൺ ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി വാക്കുകൾ പറക്കി വെക്കുന്നത് പോലുള്ള ഇതിന് സൽ ചൗധരിയും വയലാറും സൽ ചൗധരിയും ONVയും ചേർന്ന് സലിൽദായുടെ സംഗീതത്തിന് ഇവർ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൗരയൂഥത്തിൽ വിടർന്ന ഒരു കല്യാണ സൗഗന്ധികമാണ് ഈ ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ONV സാറിൻ്റെ രചന ട്യൂൺ മുഴുവൻ വെച്ചിട്ടാണ്. അതെല്ലാം പിന്നെ ഒത്തുപോകുന്ന തരത്തിലും എഴുതാം, എന്നാൽ മോരും മുതിരയും പോലെ ഇങ്ങനെ തിരിഞ്ഞു കിടക്കുന്ന തരത്തിലും സംഭവിക്കാം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരുമെല്ലാം പുതിയ സാങ്കേതികവിദ്യ നൽകുന്ന സാധ്യതകളുമുണ്ട്. അതൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ പഴയകാലത്തെ സംഗീതത്തിൻ്റെ ആ സ്വച്ഛത അത് നമുക്ക് ഇടയ്ക്കെങ്കിലും വീണ്ടെടുക്കാൻ കഴിയേണ്ടേ എന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ അങ്ങ് ഇടയ്ക്ക് പറഞ്ഞൊരു വാക്ക് മനസ്സിൽ നിൽക്കുകയാണ്. കാര്യം ഈ സ്വകാര്യ സ്വത്തുക്കളൊന്നും ഇല്ലാത്ത ആളായിരുന്നു തങ്ങളുടെ പിതാവെന്ന് അപ്പച്ചനെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ വാടക വീട്ടിലാണ് മരണം വരെ താമസിക്കുക. 8 മക്കളുണ്ടായിരുന്നു. ഇളയാളാണ് താങ്കൾ. വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് ഇങ്ങനെ മാറി മാറിയ ഒരു ജീവിതം താങ്കളുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു.
ആ ഒരു വീടിൽ നിന്ന് മറ്റൊരു വീട് ഒഴിഞ്ഞു പോകുമ്പോൾ താങ്കൾക്ക് യഥാർത്ഥത്തിൽ ആ വീടിനോട്, മുറിയോട്, അതിൻ്റെ ചുവരുകളോട്, അവിടെ ഇരുന്ന ഇടങ്ങളോടൊക്കെ ഇഷ്ടം ഓരോ വീട്ടിൽ നിന്ന് പറിച്ചു നടൽ വേദനാജനകമായിരുന്നു? ഓർമ്മകളുണ്ട്, നമ്മൾ ചെലവഴിച്ച സ്ഥലത്തിൻ്റെ ഓർമ്മകളുണ്ട്. ഞാൻ പിന്നെ പ്രാക്കുളത്ത് പോകുമ്പം അന്ന് താമസിച്ച അമ്മയുടെ വീട് ഇപ്പോഴും ഉണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ് കുറേ താറുമാറായി പുനർനിർമ്മിച്ച് അങ്ങനെ നിൽക്കുകയാണ്. വാടകയ്ക്ക് താമസിച്ച പുനലൂരിലുള്ള വീട് അത് നോക്കുമ്പോൾ അവിടെ ഇല്ല. ആ വീടിൻ്റെ സ്ഥാനം ഇപ്പം വീട് കെട്ടിടമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഓർമ്മകളുണ്ട്, പക്ഷേ വലിയ കഠിനമായ ദുഃഖമൊന്നുമില്ല. കാരണം അന്തിമ വിശകലനത്തിൽ ഈ ഭൂമിയാണ് നമ്മുടെ വാടക വീട്. കുറേ കാലത്തേക്ക് നമ്മൾ ഈ ഭൂമിയിൽ വാടകയ്ക്ക് താമസിക്കാൻ വരുന്നവരാണ്. പിന്നെ ഈ ഭൂമിയിലേക്ക് ഇതിന് ലയിച്ചു തീരുന്നു. ആ നിലയിൽ കണ്ടാൽ മതി. ചേച്ചിയോട് ഞാനൊന്ന് ചോദിച്ചിട്ട്, ബേബി സാറിൻ്റെ ഭാര്യയാകാൻ കഴിഞ്ഞത് ഭാഗ്യമാണോ? തീർച്ചയായിട്ടും. എന്താണ് അതിൻ്റെ കാരണം? അദ്ദേഹം നല്ലൊരു ഗൃഹനാഥനാണോ, നല്ല ഭർത്താവാണോ, സ്നേഹസമ്പന്നനാണോ? അല്ല, അദ്ദേഹം എനിക്കത് ഞാൻ ഇതൊന്നും അല്ലാത്തതുകൊണ്ടാണ്. അല്ലല്ല, അങ്ങനെ പറയല്ലേ. അല്ല, അതൊക്കെ ബേബിയാണ്. പക്ഷെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞാൻ വെറുതെ. അങ്ങനെ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം. അദ്ദേഹത്തിന് അധികം ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടില്ല, തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. പറഞ്ഞ വലിയൊരു അബദ്ധമുണ്ട്. ബേബി എങ്ങനെയാണ് ഒരു വലിയ മനുഷ്യനാണ്? പക്ഷെ മനസ്സിൽ ബേബിയാണ് എന്നൊരു കൊച്ചുകുട്ടിയാണ്. ചേച്ചി ഒരു വിപ്ലവകാരിയുടെ ഭാര്യയാണ്. തീർച്ചയായിട്ടും. നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ റൊമാൻറ്റിക് ആണോ? ഒരു വിപ്ലവകാരിക്ക് റൊമാൻറ്റിക് ആവാൻ പറ്റുള്ളൂ. വിപ്ലവകാരിയാണ്, റൊമാൻറ്റിക് ആണ്, തീർച്ചയായിട്ടും. കമ്മ്യൂണിസ്റ്റ് ആണ്. കമ്മ്യൂണിസ്റ്റ് ആവണമെങ്കിൽ റൊമാൻറ്റിക് ആവണം, വിപ്ലവകാരി ആവണം. മന്ത്രിയാകാനൊക്കെ കഴിഞ്ഞത് ഇപ്പം 32ാമത്തെ വയസ്സിൽ MP ആയി, ഇപ്പം മന്ത്രിയായി, ശ്രദ്ധേയനായൊരു വ്യക്തിയായി, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചു. ഇതൊക്കെ ഒരു ഭാഗ്യമായിട്ടാണോ, അവസരമായിട്ടാണോ, അതേ ഒരു ദൗത്യമായിട്ടാണോ കാണുന്നത്? നല്ലൊരു ചോദ്യമാണ്, വളരെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാനിപ്പോൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളിൽ എന്നേക്കാളും ഒരുപാട് മികച്ചവർ ഉണ്ട്. അവർക്ക് ഏറ്റെടുക്കാൻ കഴിയേണ്ടിയിരുന്ന ചുമതലയാണ്. അപ്പോൾ ഞാൻ രാജ്യസഭാ മെമ്പറായപ്പോൾ ഞാൻ വളരെ സത്യസന്ധമായി തന്നെ എന്നേക്കാളും രാജ്യസഭാ അംഗമാകാൻ യോഗ്യരായ മറ്റു പലരും ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച ഒരാളാണ്. ഒരു പാർട്ടി നേതാവിനോടെങ്കിലും ഞാനത് പറയുകയും ചെയ്തു തീരുമാനമെടുക്കുന്നതിന് മുമ്പ്. അദ്ദേഹം ഇപ്പോൾ ഉണ്ട്, അദ്ദേഹം ഈ പരിപാടി കാണുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പോൾ അതേ നിങ്ങൾ ഒന്നും പറയണ്ട, അത് നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നാണ് അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പം പാർട്ടി എന്തെങ്കിലും ചുമതലകളോ ഉത്തരവാദിത്വങ്ങളോ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി എന്നോട് കാണിച്ചൊരു വലിയ കാരുണ്യം അല്ലെങ്കിൽ മഹാമനസ്കത എന്ന നിലയിൽ തന്നെയാണ് സത്യസന്ധമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. പിന്നെ ഞാൻ സംസ്ഥാന ഭാരവാഹിയായി, വേണമെങ്കിൽ ബെറ്റിക്ക് സംസ്ഥാന ഭാരവാഹിയാകാവുന്നതാണ്. ആ കാലത്ത് ഒരുപാട് സമരത്തിൽ പങ്കെടുക്കുകയും പിന്നെ താൻ പഠിച്ച പൊന്നാനി MES കോളേജിൽ SFI ആദ്യം വിജയത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് ബെറ്റിയുടെയൊക്കെ ബാച്ചാണ്. ONV സാറൊക്കെ പഠിച്ച കോളേജ് എന്നുള്ളത് കൊണ്ട് ONV സാർ മാധവനും പഠിച്ച കോളേജ് എന്നുള്ള നിലയിലാണ് കൊല്ലം SN കോളേജിൽ തന്നെ ഞാൻ പോയി ചേർന്നത്. പക്ഷേ പിന്നീട് വിദ്യാർത്ഥി ഫെഡറേഷൻ അവിടെ പരാജയപ്പെടുത്തി KSU ജയിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ ചെന്ന് ചേർന്നു. ഞങ്ങളുടെ ടീമാണ് SN കോളേജ് ആദ്യമായിട്ട് വിദ്യാർത്ഥി ഫെഡറേഷനിൽ തിരിച്ചു പിടിക്കുന്നത്. അതേസമയം AK ബാലനും ടീമും തലശ്ശേരി ബ്രണ്ണൻ കോളേജ് തിരിച്ചു പിടിച്ചു. S രമേശനും ഐസക്കും വാസുദേവനും എല്ലാം മഹാരാജാസ് കോളേജ് തിരിച്ചു പിടിച്ചു. ഇവിടെ അങ്ങനെ ഒരു വിജയം ഉണ്ടായില്ലെങ്കിലും ബാലചന്ദ്ര മേനോൻ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ജയിച്ചു, ഞങ്ങൾ ജയിക്കുന്ന അതേ വർഷം. അപ്പോൾ ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രവർത്തകരായി വന്നവരാണ് ഞങ്ങൾ പലരും. അതിൽ ചിലർ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് മാറി, പാർട്ടി ചില ചുമതലകൾ ഏൽപ്പിച്ചു. മറ്റു ചിലർ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ ഈ മേഖലകളിൽ ജനസേവനം നടത്താൻ കഴിയുമായിരുന്ന ചിലർ അവരുടെ കുടുംബ പ്രാരബ്ധം കൊണ്ടോ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് അവർ ജീവിച്ചത് കൊണ്ടോ ഒക്കെ മാറിപ്പോയിട്ട്. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ആഗ്രഹം PSC ടെസ്റ്റ് എഴുതിയിട്ട് ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് സ്വസ്ഥമായിട്ടുള്ളൊരു കുടുംബജീവിതം നയിക്കണം എന്നുള്ളതായിരുന്നു. അമ്മയുടെ ആഗ്രഹത്തെ അവഗണിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പൊതുപ്രവർത്തകനായിട്ട് മാറിയത്. എന്നിട്ട് അവസാനം കല്യാണമൊക്കെ കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് പോയി പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പൊട്ടിത്തെറിച്ചു. നീ ഇങ്ങനെ നടക്കുന്നു,
എന്നിട്ട് ഒരു പാവം കുട്ടിയുടെ ജീവിതം കൂടെ നീ നശിപ്പിക്കാൻ പോവുകയാണോ? എങ്ങനെ നീ അവൾക്ക് ചോറ് കൊടുക്കും എന്നാണ് അമ്മ ചോദിച്ചത്. അപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഓരോരുത്തരുടെയും സമീപനം ഓരോന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകനായിട്ട് ഞാൻ മാറിയതിൽ എൻ്റെ ഒരു തീരുമാനവും അതിനകത്തുണ്ട്. അപ്പോൾ യാദൃശ്ചികതയോ ഭാഗ്യമോ മറ്റ് ഘടകങ്ങളോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു തീരുമാനവും തിരഞ്ഞെടുപ്പുമുണ്ട് ഒരു പൊതുപ്രവർത്തകനാകണമെന്നുള്ളത്.